ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ ഇപ്പോൾ ഒരു പുതിയൊരു അസുഖം പടർന്നു പിടിക്കുന്നു എന്നുള്ളൊരു വാർത്ത നിങ്ങളെല്ലാം അറിഞ്ഞാണ്. ഷിഗല്ല എന്നുള്ളൊരു അസുഖമാണ് കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് ഏകദേശം 25 ആളുകളെയാണ് ഹോസ്പിറ്റലിൽ ഷിഗല്ല എന്നുള്ളൊരു അസുഖം സംശയിച്ച് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 6 പേരുടെ ഡയഗ്നോസിസ് കൺഫേമായി, ഷിഗല്ല കൺഫേമായി. അതിൽ ഒരു വ്യക്തി മരണപ്പെടുകയുണ്ടായി. ഇപ്പോൾ ഈ കോവിഡിന് ശേഷം ഏതൊരു അസുഖം പടർന്നു പിടിക്കുന്ന സമയത്തും എല്ലാവർക്കും ഭയമാണത് ഇനി മറ്റുള്ളവരിലേക്ക് പകരുമോ, അതുപോലെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ധാരാളം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഷിഗല്ല എന്നുള്ളത് ഒരു ബാക്ടീരിയ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. ഇത് അസുഖം ഉണ്ടാക്കുമ്പോൾ അതിനെ ഷിഗല്ലോസിസ് എന്ന് വിളിക്കും. ഷിഗല്ല എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമുക്കൊരു വയറിളക്ക രോഗങ്ങളിൽ എന്താണ് ഉണ്ടാവുന്നത് അതേപോലെ തന്നെയാണ് ലക്ഷണങ്ങൾ. അപ്പോൾ പനി ഉണ്ടാവാം, വയറുവേദന ഉണ്ടാവാം, വയറിളക്കം ഉണ്ടാവാം, ഛർദിലുണ്ടാവാം, ക്ഷീണം ഉണ്ടാവാം. ഇതിന്റെ കൂടെ ഒരു എക്സ്ട്രാ പോയിന്റ് കൂടെ ഉണ്ട്, ബ്ലഡി ഡയറിയ. വയറിളകുമ്പോൾ രക്തം കൂടെ പോകുന്ന ഒരു തരത്തിലുള്ള വയറിളക്കമാണ് ഈ പറഞ്ഞ ഷിഗല്ല എന്നുള്ള അസുഖം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ ഡേഞ്ചറസ് ആവുന്നത്. പെട്ടെന്ന് കൊച്ചുകുട്ടികൾക്കൊക്കെ വരികയാണെങ്കിൽ അത് പെട്ടെന്ന് മരണമുണ്ടാവാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ ബോഡിയിൽ ഈ ഒരു ബാക്ടീരിയ കയറിക്കഴിഞ്ഞാൽ 2 ദിവസം മുതൽ 7 ദിവസത്തിനകത്ത് ലക്ഷണം കണ്ടിരിക്കും. അതായത് എൻ്റെ ബോഡിയിലാണ് ഈ ബാക്ടീരിയ കയറുന്നതെങ്കിൽ 2 ദിവസത്തിനകത്ത് മുതൽ 7 ദിവസത്തിനകത്ത് ഈ ലക്ഷണം കണ്ടിരിക്കും. എങ്ങനെയാണ് ഇത് പകരുന്നതെന്ന് പറഞ്ഞാൽ, വൃത്തിഹീനമായ വെള്ളം കുടിക്കുമ്പോഴും അതുപോലെ വൃത്തിഹീനമായ ആഹാരം കഴിക്കുമ്പോഴാണ് ഈ അസുഖം പകരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് പൂർണ്ണമായി പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയും. മറ്റേതുപോലെ നമ്മുടെ കോവിഡിനെ പോലെ ഒരു വ്യക്തി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ പകർന്ന് ആകാശത്തിലൂടെ പറക്കുന്ന ഒരു അസുഖം അല്ലാത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് വരുതിയിലാക്കാൻ കഴിയും. അതുമാത്രമല്ല, ഷിഗല്ലയ്ക്കെതിരെയുള്ള മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഷിഗല്ല പണ്ട് മുതലേ നമുക്ക് അറിയാവുന്ന ഒരു അസുഖമാണ്. ഒത്തിരി രോഗികളെ നമ്മൾ തന്നെ ചികിത്സിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷിഗല്ല എന്ന് പറയുന്നത് അത്ര ഡേഞ്ചറസ് അല്ല. നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കിത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞിരിക്കുക. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കൈ കഴുകാതെ ആഹാരം കഴിക്കാതിരിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. കൈ കഴുകുമ്പോൾ 30 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് എടുത്ത് കൈകൾ സോപ്പിട്ട് നേരത്തെ പണ്ട് പഠിപ്പിച്ചു തന്ന എല്ലാ സ്റ്റെപ്പുകളും ഫോളോ ചെയ്ത് വേണം കൈകൾ കഴുകാൻ. അങ്ങനെ കഴുകിയാൽ മാത്രമേ പൂർണ്ണമായി ഷിഗല്ലയെ നമുക്ക് തുടച്ചു മാറ്റാനായിട്ട് കഴിയുള്ളൂ. അതുപോലെ തന്നെ കുട്ടികളുടെ പാമ്പറും മറ്റും മാറ്റുമ്പോൾ, പ്രത്യേകിച്ച് മലം പറ്റിയിരിപ്പുണ്ടെങ്കിൽ കൈകൾ കഴുകാൻ മറക്കരുത്. കാരണം സാധാരണഗതിയിൽ ഉണ്ടാവുന്നത് അമ്മമാരും മറ്റും കുട്ടിയുടെ പാമ്പറും ഡയപ്പറും ഒക്കെ മാറ്റിയതിനു ശേഷം കൈ കഴുകാതെ അല്ലെങ്കിൽ കൈ നല്ലോണം വൃത്തിയാക്കാതെ എന്ത് ചെയ്യും, ആഹാര സാധനങ്ങൾ കുക്ക് ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെ അസുഖങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഡയറിയ ഉള്ളവർ, വയറിളക്കം ഉള്ളവർ ഈ പുഴയിലും അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിലൊന്നും കുളിക്കാൻ പാടില്ല. കുളിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അസുഖം